ഹലോ, എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങോട്ട് പോവാണെന്നല്ലേ, അപ്പോൾ നമ്മൾ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. ആ കുട്ടിയും അച്ചാച്ചനും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ പുതിയൊരു തുടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു സിനിമ ഭ്രാന്തൊന്നുമുള്ള കൂട്ടത്തിലല്ല ഞാൻ, പക്ഷേ എനിക്കെന്ത് സിനിമ കാണാൻ തോന്നി. നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിച്ച സിനിമയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പോയി കാണണമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ അച്ചോട് ചോദിച്ചു പോകുന്നുണ്ടെന്ന്, അപ്പോൾ അച്ചോട് ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ റിലീസ്. ഇവിടുത്തെ ഫസ്റ്റ് ഷോ ആണ് കേട്ടോ, 12 മണിക്ക്. അപ്പോൾ 1:45 നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞാനൊരു ഷോളൊക്കെ എടുത്തിട്ടുണ്ട്, വേറെ ഒന്നല്ല, അവിടെ ഭയങ്കര AC ഇട്ട് നമ്മളെ തണുപ്പിച്ച് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ രാവിലെയാണ്, ശക്കല മുന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ പോയിക്കോട്ടെ സാറെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, അവരുടെ മറ്റേ ഇൻ്റർവ്യൂവും പ്രശ്നം അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടപ്പം എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളെ. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ആൾക്കാരെ ആളും തരമൊക്കെ നോക്കിയിട്ട് ഞാൻ കാണാൻ പോകാറുള്ളൂ. അപ്പം 2.5 മണിക്കൂർ നമുക്കൊരു സന്തോഷം. സിനിമ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, എന്തായാലും കണ്ടിട്ട് അതിൻ്റെ വിശേഷം ഞാൻ പറയാം. ആളുണ്ടോ തിരക്കുണ്ടോ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഷോയാണ്. നല്ല മഴയുള്ള സമയമാണ്. ഇപ്പം മഴയില്ല, പക്ഷെ പൊതുവേ മഴയുള്ള സമയമാണ്. ഒരുപാട് ദൂരെ നിന്നൊന്നും, അതായത് ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ആൾക്കാർക്ക് വന്ന് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇത്രയും അടുത്തായതുകൊണ്ടും ഇനിയിപ്പം വണ്ടിക്ക് പോകാനുള്ള ദൂരം ഉണ്ടെങ്കിൽ പോലും ഞാൻ പോകത്തില്ല കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമേ എന്നുള്ളത് കൊണ്ട് ഞാൻ എത്തി. അതായത് എത്ര മണിയായി, ഇനി 47 ഇഷ്ടം പോലെ സമയമാണ്. അപ്പം ഞാനിവിടെ എത്തി. ആളുണ്ടെന്നൊന്നും അറിയില്ല, എങ്ങനെയൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് മോശമായതുകൊണ്ട്. ഇന്നും പിള്ളേർക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണല്ലോ. ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ ഫസ്റ്റിലേ വന്നു. ഞാൻ പറഞ്ഞായിരിക്കും ഞാനൊരു അങ്ങനെയൊരു സിനിമ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷെ ചില സിനിമകൾ ചില ഇത് വരുമ്പോൾ എന്തോ ഉള്ളിൽ നമുക്ക് കാണണം എന്ന് തോന്നും. ലാസ്റ്റ് ഞാൻ കണ്ടത് നമ്മുടെ ദൃശ്യം 3 ആയിരുന്നു കേട്ടോ. അത് ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് പോയിട്ടാണ് കണ്ടത്. അന്ന് മമ്മിയും ചേട്ടായി അവരെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ പോയിന്ന് കണ്ടു. ഇന്നിപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അച്ചാച്ചനും അവളും കൂടി ഇരിക്കട്ടെ. സാധാരണ എല്ലാ പ്രൊഡക്റ്റിനും അച്ഛൻ ഒറ്റയ്ക്കാണ് പോകാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന്. ഭർത്താവൊന്നും ഓർക്കരുത് കേട്ടോ, ഇതൊക്കെ ഒരു രസമല്ലേ. പക്ഷെ അവൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കരച്ചിലായിരുന്നു ഞാൻ പോകുന്നപ്പോൾ. അതായത് ഞാൻ പോരുന്നതിനൊരു നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അവർക്കറിയാം ഡ്രസ്സ് മാറണമെന്നില്ല, അതിന് മുമ്പ് അവർക്കറിയാം. അപ്പം എന്താ പറയുക, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഒളിപ്പിച്ച് പിടിച്ചു. എന്നാലും അവൾ കണ്ടു ഞാൻ പോരുന്നു. അപ്പോൾ അവൾ കരഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് വിഷമമായി, പോരണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ സാഗര തിയേറ്ററിലെത്തി. നമ്മുടെ തുടക്കം കാണാൻ വന്നാണ്. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. തുടക്കം ഞാൻ തുടക്കം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ആളൊന്നും ഈ ഫസ്റ്റ് ഷോയ്ക്ക് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് എല്ലാ ഷോയും ഫുള്ളാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത്രയും അടിപൊളി പടമാണ് കേട്ടോ. നമ്മുടെ വിസ്മയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ, രക്ഷയില്ല. പിന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, അതും സൂപ്പറായിരുന്നു കേട്ടോ. രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ്. എല്ലാവരും സൂപ്പറായിരുന്നു. അടുത്തിടയ്ക്കെങ്ങും ഞാൻ ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ദൃശ്യം പോലും ഇത്രയും വന്നിട്ടില്ല, അതിനേക്കാളും അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ ഒരു സൗണ്ട്, ആ ഒരു എഫക്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അച്ഛ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛയ്ക്ക് മെസ്സേജ് അയച്ചു, അച്ഛേ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, പടം കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിട്ട് കേട്ടോ, സെക്കൻഡ് ഹാഫ് കണ്ടില്ലായിരുന്നു. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഞാൻ മെസ്സേജ് ഇവിടെ ഇരുന്നിട്ട് പറയട്ടാ.
അമ്മച്ചി പടമായി അതിനെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നത് മേളിൽ അവൾ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. പടവളിപടി അടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. തൊട്ടടുത്തൊക്കെ ആദ്യം ചെന്നിരുന്നപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ ചേട്ടന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ പോയി ഇരുന്നിട്ടില്ലല്ലോ. പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ, കംഫർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ആരെയും ശ്രദ്ധിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന ഒരു ആളുണ്ടല്ലോ, ആ ആളെ അല്ല കേട്ടോ നമ്മൾ സിനിമയിൽ. തലവേദന സൗണ്ട് അടിപൊളി സിനിമയാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ തുടക്കമാണ് അത് ഭയങ്കര. ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ഓണാക്കി പിടിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നുമല്ല, ഈ തുടക്കം എഴുതി കാണിക്കുമല്ലോ, അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഡയറക്ഷൻ അതൊക്കെ എഴുതി കാണിക്കുമ്പോൾ തൊട്ട് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുടക്കം എഴുതി കാണിക്കും. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ എഴുതി കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഓണാക്കി വരുമ്പോഴത്തേക്ക് ആ സംഭവം പോകുമല്ലോ. മിക്ക സിനിമയിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതെനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ ചെന്നപ്പം പോലെ ഞാൻ ഓണാക്കി വെക്കും 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഫോൺ ചൂടാകും, എഴുതി കാണിക്കില്ല, പിന്നെ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ നോക്കിയിരുന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ തുടക്കം എഴുതി കാണിക്കുന്നത്. അതൊരു ഭയങ്കര രസമായിരുന്നു, ഏറ്റവും ലാസ്റ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു പകുതി കുറച്ച് സിനിമ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എഴുതി കാണിക്കാൻ പോണത് ലാസ്റ്റാണ്. കാരണം ആളുടെ തുടക്കം അവിടെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റാണ് എഴുതി കാണിക്കുന്നത് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു, അവസാനമാണ് എഴുതി കാണിക്കുന്നത്. പടം അടിപൊളിയാണ്. എനിക്ക് അതായത് നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു സിനിമ കാണാൻ മെയിൻലി പോയത്. ഒറ്റയ്ക്ക് പോയത്, ആരെങ്കിലും ഒറ്റയ്ക്ക് പോകും, ആണുങ്ങളൊക്കെ പോകും, ശരി, അച്ഛയൊക്കെ ഒറ്റയ്ക്ക് പോകും, പെൺപിള്ളേരൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ അതിന് ഒരു സിനിമ കാണാൻ പോകുന്നതിന് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും ചെയ്യുന്നതിനൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അപ്പം ഓക്കെ, നേരെ പോയിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. കാരണം അവൾ ഉറങ്ങുന്നൊരു ടൈമാണിപ്പോൾ. ഞങ്ങൾ ചോറ് തോന്നിട്ടില്ല, സമയം 2:30 പടം ഒരു 2.5 മണിക്കൂറില്ല, 2.5 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ. ബ്രേക്കൊന്നും ഇല്ലായിരുന്നു, ബ്രേക്കൊക്കെ 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് കാണിക്കാൻ ബാക്കി. തുടക്കം കണ്ടിട്ട് വന്ന ഞാനും ഒന്ന് അച്ഛ കഥ പറഞ്ഞിട്ട് അച്ഛ അന്നപ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് ഇതെന്നാ ഇത്ര ഇത് പറയട്ടെ, എന്നോട് പറഞ്ഞ് കഥ പറയണ്ടെന്ന് കേട്ടോ, അല്ലേ അച്ഛാ? ഞാൻ ചുമ്മാ അല്ലെങ്കിൽ ഇപ്പൊ കഥ പറയോ, അതൊക്കെ കാണണ്ടേ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീഡിയോയിൽ പറയോ? അയ്യോ, അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? എല്ലാവരും പോയി തുടക്കം തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. Okay, bye-bye.